ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കീ അക്കാദമി. മാസ്റ്റർ കീ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. നമ്മളുടെ ജൂനിയർ അക്കൗണ്ടന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിരവധി വേക്കൻസി ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. ഒന്നല്ല, 2 പോസ്റ്റുകളിലേക്ക് അല്ലെ, 2 പോസ്റ്റുകളിലേക്കാണ് PSC വിളിച്ചേക്കുന്നത്. അപ്പൊ ഈ ഒരു 2 പോസ്റ്റിലൂടെ നമ്മുടെ ഒരു ജോലി എന്നുള്ള കാര്യം സാധ്യമായിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോണം, കൃത്യമായിട്ട് പഠിക്കുക. ഏറ്റവും ടോപ്പ് റാങ്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് അഡ്വൈസുകൾ, അതായത് 2 പോസ്റ്റിൽ നിന്നും അഡ്വൈസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കമ്പനി ചൂസ് ചെയ്ത് പോകാനായിട്ടൊക്കെ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഈ ജൂനിയർ അക്കൗണ്ടന്റ് അല്ലെ, ജൂനിയർ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ് ഇപ്പൊ വിളിച്ചിരിക്കുന്ന ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് മാക്സിമം ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജൂനിയർ അക്കൗണ്ടന്റിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ചധികം ക്വസ്റ്റ്യനുകൾ പരിചയപ്പെടുത്താനാണ്. നമുക്കറിയാം, ഇതിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ഓഡിറ്റിംഗ്. വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അല്ലെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ വരുന്ന ഒരു മൊഡ്യൂളാണ് ഓഡിറ്റിംഗ്. അപ്പൊ ഈ ഓഡിറ്റിംഗ് നമുക്കറിയാം നെറ്റ് എക്സാമിന് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പോർഷൻ സിലബസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ HSST വരുമ്പോഴുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് PSC ഒരുപാട് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള PSC എക്സാമുകൾക്കും അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റേറ്റ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കേന്ദ്രത്തിന്റെ എക്സാമുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട് പല സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട്. അപ്പൊ അതിലുമൊക്കെ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളും അല്ലാതെ വരാൻ സാധ്യതയുള്ള കുറച്ചധികം ക്വസ്റ്റ്യനുകളും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി മുന്നോട്ട് പോകും. അപ്പൊ ഓഡിറ്റിംഗ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മാക്സിമം MCQസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് about an audit program is true? എന്താണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓഡിറ്റ് പ്രോഗ്രാം? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബ്ലൂ പ്രിന്റ് അല്ലെ, ഒരു ബ്ലൂ പ്രിന്റ് ആണ്. ഓഡിറ്റ് എങ്ങനെ നടത്തണം, ഏത് സമയത്ത് നടത്തണം, അതിനൊരു യൂണിഫോമിറ്റി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ ഓഡിറ്റ് വർക്കിന്റെ ടൈം, അതിന്റെ കംപ്ലീഷന്റെ ടൈം, അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ബ്ലൂ പ്രിന്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓഡിറ്റ് പ്രോഗ്രാം എന്നതുകൊണ്ട് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഓഡിറ്റ് പ്രോഗ്രാം. എൻഷുർ ദ യൂണിഫോമിറ്റി, delegation of work and act as the evidence of ഓഡിറ്റ് വർക്കിന്റെ ഒരു എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഏതെന്ന് പറയുന്നത്, ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യൂണിഫോമിറ്റി ഉണ്ടാക്കാനും അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ, അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. സോ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇവിടെ ഈ ഒരു എക്സ്പ്ലനേഷൻ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഓഡിറ്റ് പ്രോഗ്രാം നമുക്ക് കിട്ടി. നോക്കിയേ, ആൻ ഓഡിറ്റ് പ്രോഗ്രാം സെർവ്സ് ആസ് ദ ബ്ലൂ പ്രിന്റ് which helps to assign ടാസ്കുകൾ അസൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെറ്റ് ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രൊവൈഡ് ദ എവിഡൻസ് ഓഫ് വർക്കിന് ഒരു എവിഡൻസ് ആയിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ഓഡിറ്റർ. ഇത് പ്രിപ്പയർ ചെയ്യുന്ന മസ്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണേ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ഓഡിറ്റർ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലാതെ ഓഡിറ്ററുടെ ക്ലയന്റിനോ അല്ലെങ്കിൽ ഓഡിറ്ററുടെ ഏജന്റിനോ ഒന്നും പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓഡിറ്റ് സ്റ്റാഫിനൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഓഡിറ്റർ ആണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യുന്നത്. കൃത്യമായി മനസ്സിലാക്കണം. ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? ഓഡിറ്റർ ആണ്. ആൻഡ് പർപ്പസ് ഈസ് ടു പ്ലാൻ ആൻഡ് കൺട്രോൾ. അതായത് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്ത് കൺട്രോൾ ചെയ്ത് എന്ത് കൊണ്ടുപോവുക, ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഓഡിറ്റ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാനോ ഒന്നും അല്ല എന്നുള്ള കാര്യം ഓർത്ത് വെച്ചാൽ. നോട്ട് സീക്രസി. ആൻഡ് ജഡ്ജ്മെന്റ് കനോട്ട് ബി എലിമിനേറ്റഡ്. ജഡ്ജ്മെന്റ് ഒന്നും നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഓഡിറ്റ് പ്രോഗ്രാമിലൂടെ സാധിക്കത്തില്ല എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. ഇത്ര സിമ്പിൾ ആണ്. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ പ്രിന്റ് ആണ്.
ആണ്. അതായത് എങ്ങനെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യണം, അതിന്റെ ടൈം ലിമിറ്റ് എത്രയാണ്, അതിന് യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു എവിഡൻസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് ഓഡിറ്റർ തയ്യാറാക്കുന്ന ഒരു ബ്ലൂ പ്രിന്റ് ആണ്. ഓഡിറ്റിങ് പ്രോപ്പർ വേയിൽ പ്ലാൻ ചെയ്ത് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഓഡിറ്റർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഏതെന്ന് പറയുന്നത്, ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കുന്നത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് disadvantage is associated with strictly followed an audit program. ഒരു ഓഡിറ്റ് പ്രോഗ്രാം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഡിസഡ്വാൻറ്റേജ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റർ ഒരു കൃത്യമായിട്ടൊരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിട്ടുണ്ട്, എങ്ങനെ ഓഡിറ്റിങ് നടക്കണം എന്നുള്ള കാര്യത്തെ പറ്റി ഓഡിറ്റർ കൃത്യമായിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അപ്പൊ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ഓഡിറ്റ് സ്റ്റാഫുകൾക്ക് അവരുടെ ക്രിയേറ്റിവിറ്റിയോ അവരുടെ എബിലിറ്റിയോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓഡിറ്റർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്ത് പോകാനല്ലേ പറ്റത്തുള്ളൂ. സോ ഇതിന് ആൻസർ ഏതായിരിക്കും വരുന്നത്, ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ എമംഗ് ഓഡിറ്റ് ആക്ടിവിറ്റി. ഓഡിറ്റ് ആക്ടിവിറ്റികൾ തമ്മിൽ ഒരു കോർഡിനേഷൻ കൊണ്ടുവരാനായിട്ട് ഓഡിറ്റ് പ്രോഗ്രാമിലൂടെ സാധിക്കും. സോ അതെന്താണ്, ഒരു ഡിസഡ്വാൻറ്റേജ് അല്ല, അതൊരു അഡ്വാൻറ്റേജ് ആണ്. അടുത്ത നോക്കിയേ, റെഡ്യൂസസ് ദ ഇനിഷ്യേറ്റീവ് ആൻഡ് ക്രിയേറ്റിവിറ്റീസ് ഓഫ് ഓഡിറ്റ് സ്റ്റാഫ്. നേരല്ലേ ഓഡിറ്റ് പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെക്കുന്ന ആരാണ്, ഓഡിറ്റർ ആണ്. അപ്പൊ ആ ഓഡിറ്റർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബ്ലൂ പ്രിന്റിൽ അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് പോകാനേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഓഡിറ്റ് സ്റ്റാഫിന്റെ ഇനീഷ്യേറ്റീവ്സിനോ ക്രിയേറ്റിവിറ്റിക്കോ വല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ, ഇല്ല. അപ്പൊ ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. സോ ഇവിടെ ആൻസർ ബി ആണ് വരുന്നത്. അടുത്ത നോക്കിയാൽ, ആക്ട് ആസ് ദ ഗൈഡ് ഫോർ എന്താണ്, ഇൻഎക്സ്പീരിയൻസ്ഡ് സ്റ്റാഫിന് ഒരു ഗൈഡ് പോലെ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്, ഓഡിറ്റ് പ്രോഗ്രാം. സോ അതൊരു അഡ്വാൻറ്റേജ് അല്ലേ, ആയിട്ടുള്ള അല്ലെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്താണ് ചെയ്യേണ്ടത്. ഈ ഒരു ബ്ലൂ പ്രിന്റ് നോക്കിയാൽ മതി. അപ്പൊ അത് ഒരു അഡ്വാൻറ്റേജ് ആണ് അതിന്റെ. ആൻഡ് എൻഷുർ ദ എവിഡൻസ് ഓഫ് വർക്ക് പെർഫോംഡ്. ആ വർക്ക് പെർഫോം ചെയ്തതിന്റെ ഒരു എവിഡൻസും കൂടിയാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഇതെല്ലാം എന്താണ്, അഡ്വാൻറ്റേജ് ആണ്. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്ന ഏതാണ്, ഓപ്ഷൻ ബി ആണ്. സോ ഇവിടെ നോക്കിയേ, ആൻസർ ഏതാണ് വരുന്നത്, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്ന, റെഡ്യൂസ് ദ ഇനിഷ്യേറ്റീവ്സ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഓഫ് ഓഡിറ്റ് സ്റ്റാഫ്. ഓർത്ത് വെക്കുക, എ റിജിഡ് ഓഡിറ്റ് പ്രോഗ്രാം മേ മേക്ക് ദ വർക്ക് മെക്കാനിക്കൽ ആയിട്ട് ആ ഒരു വർക്ക് കംപ്ലീറ്റഡ് ആക്കി പോകണം. ആൻഡ് റെഡ്യൂസ് ദ ഓഡിറ്റേഴ്സ് ഇനിഷ്യേറ്റീവ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അല്ല, ഓഡിറ്റ് സ്റ്റാഫിന്റെ ഇനിഷ്യേറ്റീവ്സിനെ ജഡ്ജ്മെന്റിനോ ഒന്നും അല്ലെ ഓഡിറ്റ് സ്റ്റാഫിന്റെ എന്താണ് ക്രിയേറ്റിവിറ്റിയോ ഒന്നും അത് ഇൻക്ലൂഡഡ് ആക്കുന്നില്ല എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇപ്പൊ കോമൺ ആയിട്ട് കണ്ടുവരുന്ന മറ്റൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയാൽ, ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ പ്രൊവൈഡ്സ് ദ എവിഡൻസ് ആൻഡ് സപ്പോർട്ട്സ് ദ ഓഡിറ്റ് റിപ്പോർട്ട്. അതായത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ്സ് ദ എവിഡൻസ് ആൻഡ് സപ്പോർട്ട് ദ ഓഡിറ്റ് റിപ്പോർട്ട്. അതായത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഓഡിറ്റർ ആ ഒരു വർക്ക് ഡൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താണ് ഓരോ കാര്യങ്ങൾ ഡൺ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി പോകുന്ന എന്താണ് ഇതിനെയാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് പറയുന്നത്. അത് എന്ത് തന്നെയാണ്, അത് ഇറ്റ്സ് ഹെൽപ്സ് ടു ഓഡിറ്റ് റിപ്പോർട്ടിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്, എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അസേർഷൻ ശരിയാണ്. റീസൺ നോക്കിയേ, ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ആർ പ്രിപ്പയർഡ് ഓൺലി ബൈ ദ ഓഡിറ്റർ. ആണോ, ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ ഓഡിറ്റർ അല്ല, ഓഡിറ്ററും പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഓഡിറ്റ് സ്റ്റാഫുകളും പ്രിപ്പയർ ചെയ്യേണ്ടത്, ക്ലറിക്കൽ ആയിട്ടുള്ള സ്റ്റാഫുകളും പ്രിപ്പയർ ചെയ്യേണ്ടത്. ബിക്കോസ് എന്താണ്, ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ടെക്സ്റ്റിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, മേ ഓർ മേ നോട്ട് ബി പ്രിപ്പയർഡ് ബൈ ഓഡിറ്റർ. ഓഡിറ്റർ വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഓഡിറ്റർ എന്താണ് മറ്റ് സ്റ്റാഫുകളും പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഉള്ളി എന്നുള്ളൊരു വേർഡ് വന്നതുകൊണ്ട് തന്നെ ഓഡിറ്റർ മാത്രമല്ല, സോ അത് തെറ്റാണ്. അപ്പൊ അസേർഷൻ ഈസ് ട്രൂ, റീസൺ ഈസ് ഫോൾസ് എന്നുള്ളതാണ് നിങ്ങൾ ഓർത്ത് വെച്ചോണം. അതായത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ ഡു പ്രൊവൈഡ് ആൻ എവിഡൻസ്. ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് പറയുന്നത് എന്താണ്, ഒരു എവിഡൻസ് തന്നെയാണ്. എന്തിനുള്ള, ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു എവിഡൻസ് തന്നെയാണ്. പക്ഷേ ദേ ആർ പ്രിപ്പയർഡ് ബൈ ഓഡിറ്റ് സ്റ്റാഫ്. ഓർത്ത് വെച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്, പ്രിപ്പയർഡ് ബൈ ഓഡിറ്റ് സ്റ്റാഫ് അണ്ടർ ദ സൂപ്പർവിഷൻ. ഓഡിറ്ററുടെ സൂപ്പർവിഷനിൽ ആരാണ്, ഓഡിറ്റ് സ്റ്റാഫ് ആണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓഡിറ്റർ ഹിംസെൽഫോ ഒറ്റയ്ക്കല്ല അദ്ദേഹം ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദ പ്രൊഫഷണൽ ക്വാളിറ്റീസ് റിക്വയർഡ് ഫോർ ആൻ ഓഡിറ്റർ. ഒരു ഓഡിറ്റർക്ക് വേണ്ട
പ്രൊഫഷണൽ ആയിട്ടുള്ള ക്വാളിറ്റീസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഓഡിറ്റർക്ക് വേണ്ട പ്രൊഫഷണൽ ആയിട്ടുള്ള ക്വാളിറ്റീസ്. ഓഡിറ്റർക്ക് വേണ്ട പ്രൊഫഷണൽ ക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, ഒരു ഓഡിറ്ററെ സംബന്ധിച്ചുള്ള അയാൾക്ക് പേഴ്സണൽ ക്വാളിറ്റീസും ഉണ്ട്, പ്രൊഫഷണൽ ക്വാളിറ്റീസും ഉണ്ട്. അയാൾക്കുള്ള സബ്ജക്ട് നോളജ്, അതായത് അക്കൗണ്ടൻസിയിൽ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ, ലോയിൽ, ഇൻകം ടാക്സിലൊക്കെ അയാൾക്ക് എന്തുണ്ടായിരിക്കണം? പ്രൊഫഷണൽ ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. എന്നാലേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രോപ്പറായിട്ട് ഇതിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള മിസ്റ്റേക്സുകൾ അല്ലെങ്കിൽ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അയാളുടെ പഞ്ച്വാലിറ്റി, അയാളുടെ ഇന്റഗ്രിറ്റി, അയാളുടെ വിജിലൻസ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ക്വാളിറ്റീസ് ആണ്. അപ്പം ഇവിടെ ചോദിച്ചേക്കുന്ന പ്രൊഫഷണൽ ക്വാളിറ്റീസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. പ്രൊഫഷണൽ ക്വാളിറ്റീസിനകത്ത് നോളജ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് എ പ്രൊഫഷണൽ ക്വാളിറ്റി. വിജിലൻസ് ഏതാണ്? പേഴ്സണൽ അല്ലേ, പേഴ്സണൽ ക്വാളിറ്റി ആണ് അല്ലെ. ഇനി എന്താണ്? നോളജ് ഓഫ് ഓഡിറ്റിംഗ് ടെക്നിക്സിനെ പറ്റി അല്ലെ, ഓഡിറ്റിംഗ് മെത്തേഡുകളെ പറ്റി, കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡുകളെ പറ്റി, കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെ പറ്റി, ഇതിനുള്ള നോളജ് ഒക്കെ ഏതാണ്? പ്രൊഫഷണൽ ക്വാളിറ്റീസ് ആണ്. ഹോണസ്റ്റി, ഇന്റഗ്രിറ്റി ഒക്കെ എന്താണ്? പേഴ്സണൽ ക്വാളിറ്റീസ് ആണ് അല്ലെ, പേഴ്സണൽ ക്വാളിറ്റീസ്. ഇവിടെ ചോദിച്ചേക്കുന്ന പ്രൊഫഷണൽ ക്വാളിറ്റീസ് ആണ്. അപ്പോൾ 1ഉം 3ഉം ഓപ്ഷൻ ഏതാണ് വരുന്നത്? 1ഉം 3ഉം ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. സോ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ദ പേഴ്സണൽ ക്വാളിറ്റീസ് ഇൻക്ലൂഡ് നോളജ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ് ടെക്നിക്സ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ, അല്ലെങ്കിൽ ലോ, ഇൻകം ടാക്സ്, ഇങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ അതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്, പ്രൊഫഷണൽ ക്വാളിറ്റീസിനകത്ത് വരുന്നതാണ്. ദ പേഴ്സണൽ ക്വാളിറ്റീസ് ഇൻക്ലൂഡ്സ് ദ വിജിലൻസ്, ഹോണസ്റ്റി, ഇന്റഗ്രിറ്റി, പഞ്ച്വാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അടുത്തത് നോക്കിയേ, ദ ഓഡിറ്റ് ഫയൽ ഈസ് മെയിൻറ്റെയിൻഡ് to provide dash record of audit procedures and helps in continuity of audit work. അതായത് ഒരു ഓഡിറ്റ് വർക്കിന്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി നമ്മൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്? ഓഡിറ്റ് ഫയൽ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതായത് പിന്നീട് നമുക്ക് എന്താണ് ഒരു റെഫറൻസ് പോലെയൊക്കെ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് പെർമനന്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്? ഓഡിറ്റ് ഫയൽ എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പെർമനന്റ് ആണ് കേട്ടോ, ഓർത്ത് വെച്ചോണം. അതായത് ഓഡിറ്റ് ഫയൽസ് ആർ പെർമനന്റ് കളക്ഷൻ ഓഫ് വർക്കിംഗ് പേപ്പേഴ്സ്. അതായത് വർക്കിംഗ് പേപ്പേഴ്സുകളുടെ, റഫറൻസുകളുടെ ഒക്കെ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള കളക്ഷൻ ആണ്, പെർമനന്റ് ആയിട്ടുള്ള കളക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഓഡിറ്റ് ഫയൽസ് എന്ന് പറയുന്നത്. ഇത് ഫ്യൂച്ചർ റഫറൻസിനും കണ്ടിന്യൂവിറ്റിക്കും ലീഗൽ പ്രൂഫിനും ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോണം, ഓഡിറ്റ് ഫയൽസ് ആർ ദ പെർമനന്റ് കളക്ഷൻ ഓഫ് വർക്കിംഗ് പേപ്പേഴ്സ് ഫോർ റഫറൻസ്, കണ്ടിന്യൂവിറ്റി ആൻഡ് ലീഗൽ പ്രൂഫ്. ഓർത്ത് വെച്ച് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചോണം. അടുത്തത് 2 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. നോക്കുക എന്താണ്? ഓഡിറ്റിംഗ് ഈസ് ലീഗലി കമ്പൽസറി. ഓഡിറ്റിംഗ് ഈസ് ലീഗലി കമ്പൽസറി ഫോർ കമ്പനീസ് വേർ ദ ഇൻവെസ്റ്റിഗേഷൻ ഈസ് വോളണ്ടറി. ശരിയല്ലേ? ലീഗലി കമ്പൽസറി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇയർ, ഒരു കൃത്യമായ ഇന്റർവെല്ലിൽ എന്ത് കണ്ടക്ട് ചെയ്യണം? ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്ത് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ട്രൂവും ഫെയറും ആണോ എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യണം എന്നുള്ളത്. അത് ലീഗലി കമ്പൽസറി ആയിട്ടുള്ളതാണ്. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന കമ്പൽസറി ആയിട്ടുള്ള ഒന്നല്ല, വോളണ്ടറി ആയിട്ടുള്ളതാണ്. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇൻവെസ്റ്റിഗേഷൻ ഈസ് ജനറലി റെസ്ട്രിക്റ്റഡ് ഓൺ 1 അക്കൗണ്ടിംഗ് ഇയർ. തെറ്റാണ്. ഇൻവെസ്റ്റിഗേഷൻ എത്രയാണ്? ഒരു അക്കൗണ്ടിങ് ഇയറിനുള്ളിൽ തീരണമെന്നില്ല. അത് 1, 2, 3 അക്കൗണ്ടിങ് ഇയർ ഒക്കെ ആകാം അല്ലെ. ഇൻവെസ്റ്റിഗേഷൻ ഒരു അക്കൗണ്ടിങ് ഇയറിന്റെ പകുതി തൊട്ട് തുടങ്ങി മറ്റൊരു അക്കൗണ്ടിങ്ങിന്റെ ലാസ്റ്റ് വരെ ആകാം അല്ലെ. 1, 2 അക്കൗണ്ടിങ് ഇയർ വരെയൊക്കെ നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ളതാണ് ഇൻവെസ്റ്റിഗേഷൻ. പക്ഷെ എന്താണ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിലെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് തെറ്റാണ് അല്ലെ. ഇൻവെസ്റ്റിഗേഷൻ ഈസ് ജനറലി റെസ്ട്രിക്റ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെസ്ട്രിക്റ്റഡ് ഇല്ല, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ ഈസ് ജനറലി റെസ്ട്രിക്റ്റഡ് 1 അക്കൗണ്ടിങ് ഇയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണ്. 2 or more അക്കൗണ്ടിങ് ഇയർ ആകാം, അതിനൊരു റെസ്ട്രിക്ഷൻ ഇല്ല. വൈൽ ഓഡിറ്റിംഗ് ക്യാൻ കവർ ദ മൾട്ടിപ്പിൾ ഇയർ. തെറ്റാണ്. ഓഡിറ്റിങ്ങിന് മൾട്ടിപ്പിൾ ഇയർ കവർ ചെയ്യാൻ പറ്റത്തില്ല. ഓഡിറ്റിംഗ് നമ്മൾ എപ്പോഴും കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 1 ഇയർ ആണ് അല്ലെ. 1 ഇയർ ആയിരിക്കും അല്ലെ. 1 ഫിനാൻഷ്യൽ ഇയർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചോണം. സോ ഇവിടെ ആൻസർ ഏതാണ്? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓർത്ത് വെക്കുക, ഓഡിറ്റിംഗ് ഈസ് ലീഗലി കമ്പൽസറി ഫോർ കമ്പനീസ്. ഇൻവെസ്റ്റിഗേഷൻ ഈസ് വോളണ്ടറി. Investigation may cover more than 1 accounting year. Investigation may cover more than 1 accounting year, whereas the auditing is usually cover 1 accounting year. ഓർത്ത് വെച്ചോണേ, കൃത്യമായി മനസ്സിലാക്കി വെച്ച് പഠിക്കുക. അടുത്തത് നോക്കിയേ, 2 സ്റ്റേറ്റ്മെന്റ് ആണ് വീണ്ടും തന്നിരിക്കുന്നത് കേട്ടോ. വീണ്ടും 2 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് 1 പറഞ്ഞേക്കാണ്
ടെസ്റ്റ് ചെക്കിങ്. എന്താണ് ടെസ്റ്റ് ചെക്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് നമുക്കറിയാം എന്താണ് ഒരുപാട് ട്രാൻസാക്ഷനുകൾ ട്രൂ ഫെയറുമായിട്ട് എഴുതിപ്പോയ ട്രാൻസാക്ഷൻ, അതായത് ഇപ്പോൾ റിക്കൺസിലേഷനോ ക്യാഷ് ബുക്ക് ട്രാൻസാക്ഷനോ അങ്ങനെയൊന്നും അല്ലാതെ എന്താണ് ഒരു ലാർജ് ട്രാൻസാക്ഷനുകൾ വന്നേക്കുന്ന ചില കേസസിൽ അത് ട്രൂ ഫെയറുമാണ്. അങ്ങനെയുള്ളതിനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 10-15 ഒരു സാമ്പിൾ എടുത്തിട്ട് ആ സാമ്പിൾ വെച്ച് ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? മൊത്തം ഫെയർ ആണ് എന്നുള്ള, അല്ലെങ്കിൽ മൊത്തത്തിനെ എന്ത് ചെയ്യണം? മൊത്തത്തിനെ ഒന്ന് റിവ്യൂ ചെയ്യുന്നതിനെയാണ്. ഒരു സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് അതിന് മൊത്തത്തിൽ റിവ്യൂ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് എന്താണ് ട്രാൻസാക്ഷൻ എടുത്തുകൊണ്ട് മൊത്തത്തിനെ എന്താണ് നമ്മൾ റിസൾട്ട് പറയുന്നതിനെയാണ് ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ടെസ്റ്റ് ചെക്കിംഗ് നമുക്ക് ഈ ക്യാഷ് അല്ലെങ്കിൽ നോൺ റിക്കറിംഗ് ആയിട്ടുള്ള ട്രാൻസാക്ഷനുകൾ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ റിക്കൺസിലേഷൻ ഒക്കെ പറയുന്നത് എന്താണ്? മിസ്സ്റ്റേറ്റ്മെന്റ് അല്ലേ? അതായത് ബാങ്ക് ബുക്കും പാസ്ബുക്കും ഒക്കെ അങ്ങനെയുള്ളതിനകത്തൊന്നും എന്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല? ഈ ഒരു ടെസ്റ്റ് ചെക്കിംഗ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്. ടെസ്റ്റ് ചെക്കിംഗ് ഇൻവോൾവ്സ് എക്സാമിനിങ് എ സാമ്പിൾ ഓഫ് ട്രാൻസാക്ഷൻ. സാമ്പിൾ എടുക്കുകയാണ് ആൻഡ് ടു ഡ്രോ ദ കൺക്ലൂഷൻ അബൌട്ട് ദി എൻറ്റയർ സെറ്റ്. എന്നിട്ട് എന്താണ് കൺക്ലൂഷൻ? എന്താണ് എൻറ്റയർ ആയിട്ടുള്ള സെറ്റിന് കൊടുക്കുകയാണ്. ശരിയാണ് അല്ലേ? ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതൊന്നും മനസ്സിലാക്കി വെച്ചോണം. അതെന്താണ് ശരിയായിട്ടുള്ള കാര്യമാണ്. ആൻഡ് ടെസ്റ്റ് ചെക്കിംഗ് ഈസ് സ്യൂട്ടബിൾ ഫോർ ക്യാഷ് ബുക്ക്. തെറ്റാണ്. ഈ ടെസ്റ്റ് ചെക്കിംഗ് സ്യൂട്ടബിൾ അല്ലാത്തത്, നോട്ട് സ്യൂട്ടബിൾ ആണ് ഏതെന്ന് പറയുന്നത്? ക്യാഷ് ബുക്ക്, റിക്കൺസിലേഷന്, നോൺ റിക്കറിംഗ് ട്രാൻസാക്ഷൻ. ഇവിടെ ഒന്നും എന്തല്ല? നോട്ടാണ്, നോട്ട് സ്യൂട്ടബിൾ. എന്ത് സ്യൂട്ടബിൾ അല്ല? ടെസ്റ്റ് ചെക്കിംഗ് സ്യൂട്ടബിൾ അല്ല. സോ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓർത്ത് വെച്ചോണം, കൃത്യമായി മനസ്സിലാക്കി പഠിക്കണം. ടെസ്റ്റ് ചെക്കിംഗ് എക്സാമിൻ എ സാമ്പിൾ ടു ഇൻഫറൻസ് ഹോൾ. അതായത് സാമ്പിൾ എടുത്തിട്ട് മൊത്തത്തിൽ ഇൻഫറൻസ് കൊടുക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്, ടെസ്റ്റ് ചെക്കിങ്ങിൽ കൊടുക്കുന്നത്. പക്ഷെ എന്താണ് ക്യാഷ് ബുക്ക്, ബാങ്ക് റിക്കൺസിലേഷൻ, നോൺ റിക്കറിംഗ് ട്രാൻസാക്ഷനകത്ത് ഫുൾ വെരിഫിക്കേഷൻ ആവശ്യമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ചെക്കിങ് അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓർത്ത് വെച്ചോണം, നോട്ട് ചെയ്ത് എഴുതി വെച്ചോണം കേട്ടോ. വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. 2 സ്റ്റേറ്റ്മെന്റ് തന്നേക്കാണ്. ആൻ ഓഡിറ്റ് പ്രോഗ്രാം എന്താണ്? ഓഡിറ്റ് പ്രോഗ്രാം ആസ് എ ബ്ലൂ പ്രിന്റ് ആണ് അല്ലെ? ഒരു ബ്ലൂ പ്രിന്റ് ആണ്. ദ എൻറ്റയർ ഓഡിറ്റ് പ്രോസസ് എൻഷറിംഗ് ദ സിസ്റ്റമാറ്റിക് പെർഫോമൻസ് ഓഫ് ദി ഓഡിറ്റ് വർക്ക്. ആ എൻറ്റയർ ആയിട്ടുള്ള എന്താണ് ഓഡിറ്റ് പ്രോസസ്സിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് എന്ത് എൻഷർ ചെയ്യുന്നുണ്ട്? സിസ്റ്റമാറ്റിക് പെർഫോമൻസ്, ഓഡിറ്റ് വർക്കിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് എൻഷർ ചെയ്യുന്നതാണ്. ശരിയാ അല്ലെ? അടുത്തത് നോക്കിയ സ്റ്റേറ്റ്മെന്റ് 2 പറഞ്ഞേക്കാണ്. ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ആൻ ഓഡിറ്റ് പ്രോഗ്രാം ഈസ് ടു മെയിൻറ്റെയിൻ സീക്രസി. ആണോ? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്നാ സെറ്റ് ചെയ്തേക്കുന്നത് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാനാണോ? അല്ല, തെറ്റാണ് അല്ലേ? അപ്പൊ ഇവിടെ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ആൻ ഓഡിറ്റ് പ്രോഗ്രാം ഈസ് ടു മെയിൻറ്റെയിൻ സീക്രസി ഓഫ് ദി ഓഡിറ്റ് പ്രൊസീജിയർ ഫോളോഡ് ബൈ ആൻ ഓഡിറ്റർ. ഓഡിറ്റർ ഫോളോ ചെയ്യുന്ന ഓഡിറ്റ് പ്രൊസീജിയറിനെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഓഡിറ്റ് പ്രോഗ്രാം. അല്ല, അത് കൺട്രോൾ ചെയ്ത് റെഗുലേറ്റ് ചെയ്ത് പ്രോപ്പർ വേയിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. സോ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞേക്കുന്നത്? അതായത് സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. ഓഡിറ്റ് പ്രോഗ്രാം സെർവ്സ് ആസ് ദ ബ്ലൂ പ്രിന്റ് ഗൈഡിങ് ദ ഓഡിറ്റർ ടു പെർഫോം ദ ഓഡിറ്റ് വർക്ക് സിസ്റ്റമാറ്റിക്കലി ആൻഡ് എഫക്റ്റീവ്ലി. അതായത് എപ്പോൾ തുടങ്ങണം, എപ്പോൾ അവസാനിക്കണം, എന്തെല്ലാം എവിഡൻസ് ആയിട്ട് വെക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ടാസ്കുകൾ ഡെലിഗേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏതിലാണ്? ഈ ഒരു ബ്ലൂ പ്രിന്റിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് സിസ്റ്റമാറ്റിക് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. ബിക്കോസ് ദ ഓഡിറ്റ് പ്രോഗ്രാംസ് പർപ്പസ് is not maintain secrecy but ensure that. ഇത് എന്താണ് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി, കോർഡിനേഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി among the audit staff. ഓർത്ത് വെച്ചോണം കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്റേണൽ ചെക്ക്. ഓർത്ത് വെച്ച ഇന്റേണൽ ചെക്ക് പ്രിമിനർലി എയിംസ് അറ്റ് ഇന്റേണൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനകത്ത് തന്നെ ഇന്റേണൽ ചെക്ക് കണ്ടക്ട് ചെയ്യുന്ന ആരായിരിക്കും? ഇന്റേണൽ ആയിട്ടുള്ള എംപ്ലോയി ആരെങ്കിലും ആയിരിക്കും. ഓർഗനൈസേഷനിലെ അക്കൗണ്ടന്റ് ഒക്കെ പോലെയുള്ള എംപ്ലോയീസ് ആയിരിക്കും ഇന്റേണൽ ചെക്ക് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഇന്റേണൽ ചെക്ക് എന്ന് പറയുമ്പോൾ എന്താണ് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എംപ്ലോയി ചെയ്ത കാര്യത്തെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വേറൊരു എംപ്ലോയി എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേഷൻ നടത്തുന്നുണ്ട്. വേറൊരു എംപ്ലോയി ചെക്ക് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്? റീചെക്ക് ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എറേഴ്സും ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസും കുറവായിരിക്കും. പ്രിവെന്റ് ആൻഡ് ഡിറ്റക്ട് ദ എറേഴ്സ് ആൻഡ് ഫ്രോഡ്. അതാണ് ഇന്റേണൽ ചെക്കിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് അല്ലെ എയിം എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, ഇന്റേണൽ ചെക്ക് പ്രൊവൈഡ്സ് ദ ഡ്യൂട്ടീസ് എമംഗ് ദ എംപ്ലോയീസ് ടു പ്രിവെന്റ് ദ എറേഴ്സ് ആൻഡ് ഫ്രോഡ്. അടുത്ത നോക്കി, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ ഫീച്ചർ ഓഫ് ഇന്റേണൽ ചെക്ക്? ഇന്റേണൽ ചെക്കിന്റെ
ഫീച്ചർ ആയിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് നോക്കിയാൽ കണ്ടിന്യൂസ് വെരിഫിക്കേഷൻ ആസ് എ പാർട്ട് ഓഫ് റുട്ടീൻ ഓപ്പറേഷൻസ് ആൻഡ് കണ്ടക്റ്റഡ് ഓൺലി വൺസ് എ ഇയർ. conducted only once a year ആണോ? ഫോക്കസിങ് സ്ലോലി ഓൺ മാനേജ്മെന്റ് എഫിഷ്യൻസി. മാനേജ്മെന്റ് എഫിഷ്യൻസി സ്ലോലി ഫോക്കസ് ചെയ്യുന്നതാണോ അതോ കണ്ടക്ട് ബൈ ആൻ എക്സ്റ്റേണൽ ഓഡിറ്റർ ആണോ കണ്ടക്ട് ചെയ്യുന്നത്? അല്ല, ഇവിടെ എന്താണ് കണ്ടിന്യൂസ് വെരിഫിക്കേഷൻ ആസ് എ പാർട്ട് ഓഫ് റുട്ടീൻ ഓപ്പറേഷൻ. റുട്ടീൻ ഓപ്പറേഷന് പാർട്ടായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വെരിഫിക്കേഷൻ നടത്തുക എന്നുള്ളതാണ് ഏതിൽ വരുന്നത്? ഈ ഒരു ഇന്റേണൽ ചെക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇന്റേണൽ ചെക്ക് ഈസ് എ ഡേ ടു ഡേ സിസ്റ്റം. ഇന്റേണൽ ചെക്ക് എന്ന് പറയുന്നത് എന്താണ്? ഡേ ടു ഡേ സിസ്റ്റം ആണ് ഫോർ ചെക്ക്. എന്താണ് റുട്ടീൻ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ മേലെ എന്ത് ചെയ്യാണ്? വീണ്ടും വീണ്ടും ആളുകൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എറേഴ്സ് ഫ്രോഡും ഒക്കെ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്ത് മാറ്റാനായിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. അടുത്ത നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ പ്രിൻസിപ്പൽ ആസ്പെക്ട്സ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിന്റെ പ്രിൻസിപ്പൽ ആസ്പെക്ട്സിനകത്ത് വരുന്നത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? റിവ്യൂവിംഗ് ദ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം, പ്ലാനിങ് മാർക്കറ്റിംഗ് ക്യാമ്പയിന്, ഹയറിംഗ് ന്യൂ എംപ്ലോയീസ്, അപ്രൂവിംഗ് ലോൺസ്. ഇതിനകത്ത് എന്താണ് ഏകദേശം നമുക്ക് എന്തായിട്ട് വരാം? ഏറ്റവും ഒരു ഇച്ചിരിയെങ്കിലും ഒന്ന് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? റിവ്യൂവിംഗ് ദ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിനെ റിവ്യൂ ചെയ്യുക, എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്റിംഗ് വരുന്നത് അല്ലെ. ഓഡിറ്റേഴ്സ് എക്സാമിൻ ദ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. ബുക്സുകൾ, സ്റ്റേറ്റ്മെന്റുകൾ, സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസുകൾ ഇതൊക്കെ എന്ത് ചെയ്യാണ്? റിവ്യൂ ചെയ്യുക, എക്സാമിൻ ചെയ്യുക, അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്ററുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസിനകത്ത് വരുന്നത്. അടുത്ത നോക്കിയേ, സെക്രട്ടേറിയൽ ഓഡിറ്റ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് ആണ് സെക്രട്ടേറിയൽ ഓഡിറ്റ്. അതായത് നമ്മളുടെ ലീഗൽ ആയിട്ടുള്ള കമ്പനിയിൽ ലീഗൽ ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള നിയമത്തിനെതിരായിട്ട് അല്ലെങ്കിൽ നിയമം റെഗുലേഷനുകൾക്കെതിരായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയൻസുകൾ വരികയാണ്. അവർ ലോകൾ, റൂളുകൾ, ആക്ടുകളൊക്കെ വ്യതിചലിച്ചിട്ടാണ് അത് കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ ആ റൂള് കറക്റ്റ് ആയിട്ടല്ല ഫോളോ ചെയ്യുന്ന അങ്ങനെയുള്ള രീതിയിലുള്ള കംപ്ലയൻസുകൾ വന്നു കഴിഞ്ഞാൽ അതിനെതിരെ എന്ത് ചെയ്യുന്ന നമ്മൾ നടത്തുന്ന ഒരു ഓഡിറ്റ് ആണ് എന്ന് പറയുന്നത് സെക്രട്ടേറിയൽ ഓഡിറ്റ്. ഇത് കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? കമ്പനി സെക്രട്ടറി ആണ്. ഓർത്ത് വെച്ചോണേ, കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ് എന്ന് പറയും, അല്ലെ പ്രാക്ടീസ് ഇൻ കമ്പനി സെക്രട്ടറി എന്നും പറയാറുണ്ട്. അപ്പൊ ഇവരായിരിക്കും എന്ത് കണ്ടക്ട് ചെയ്യുന്നത്? ഈ ഒരു സെക്രട്ടേറിയൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ ഗവൺമെന്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന ആരാ? ഗവൺമെന്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? ഓർത്ത് വെച്ചാൽ CAG അല്ലെ, CAG ആണ് അല്ലെ, CAG ആണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. ഇവിടെ CS കമ്പനി സെക്രട്ടറി ആണ് ഏത് കണ്ടക്ട് ചെയ്യുന്നത്? സെക്രട്ടേറിയൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? കംപ്ലയൻസ് വിത്ത് ലീഗൽ ആൻഡ് പ്രൊസീജിയർ റിക്വയർമെന്റ്സ്. കംപ്ലയൻസ് വിത്ത് ലീഗൽ ആൻഡ് പ്രൊസീജിയർ റിക്വയർമെന്റ്സ് ഓർത്ത് വെച്ചോണേ. സെക്രട്ടേറിയൽ ഓഡിറ്റ് ലീഗൽ, ഈ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ സെക്രട്ടേറിയൽ ഓഡിറ്റ് എൻഷർ ദ കോർപ്പറേറ്റ് കംപ്ലയൻസ് വിത്ത് ലോസ്, റൂൾസ്, റെഗുലേഷൻസ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതാണ് അല്ലെ. ലോയർ, റൂള്, റെഗുലേഷൻ, അതാണ് സെക്രട്ടേറിയൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? പ്രാക്ടീസ് ഇൻ കമ്പനി സെക്രട്ടറി. അടുത്ത ക്വസ്റ്റ്യൻ തന്നെ അതാണ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ പ്രൊഫഷണൽ ഈസ് ഓതറൈസ്ഡ് ടു കണ്ടക്ട് എ സെക്രട്ടേറിയൽ ഓഡിറ്റ്. ഏത് പ്രൊഫഷണൽ ആണ് സെക്രട്ടേറിയൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു അല്ലെ, കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസസ്. കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസസ് ആണ് എന്ത് കണ്ടക്ട് ചെയ്യുന്നത്? സെക്രട്ടേറിയൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓർത്ത് വെച്ചോണം. അതായത് നിയമത്തെ പറ്റിയൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള നോളജ് ഉള്ള ആൾക്കെ ഇത് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസസ് അപ്പോയിന്റഡ് ആസ് എ സെക്രട്ടേറിയൽ ഓഡിറ്റ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 2C(V) പ്രകാരമാണ് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ദ കോസ്റ്റ് ഓഡിറ്റ് ഈസ് കണ്ടക്ടഡ് പ്രിമിനർലി. കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്തിനായിരിക്കും? കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, വേസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. കൺട്രോൾ ദ കോസ്റ്റ് ആൻഡ് യൂട്ടിലൈസ് ദ റിസോഴ്സസ് എഫക്റ്റീവ്ലി. കൺട്രോൾ ദ കോസ്റ്റ് ആൻഡ് യൂട്ടിലൈസ് ദ റിസോഴ്സസ് എഫക്റ്റീവ്ലി. കോസ്റ്റ് ഓഡിറ്റ് അല്ലെ. കോസ്റ്റ് ഓഡിറ്റ് റിവ്യൂ ദ കോസ്റ്റ് റെക്കോർഡ്സ് ടു എയ്ഡ്സ് ഇൻ കോസ്റ്റ് കൺട്രോൾ, റിഡക്ഷൻ, പ്രോപ്പർ റിസോഴ്സ് യൂട്ടിലൈസേഷൻ. ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്തതാണ് ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇന്റേണൽ കൺട്രോൾ എൻഷർ ദ ആക്യുറസി ഓഫ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്. ഇന്റേണൽ കൺട്രോൾ നമുക്ക് സിലബസിനകത്തുള്ളതാണ്. ഇന്റേണൽ കൺട്രോൾ എൻഷർ ദ ആക്യുറസി ഓഫ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്. അക്കൗണ്ടിംഗ് റെക്കോർഡ്സുകളുടെ ആക്യുറസി കൂട്ടും. ശരിയാണ്, ഒന്നിലധികം ആളുകൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്? ചെക്ക് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ അതിന്റെ ആക്യുറസി കൂടുതലായിരിക്കും. ഇന്റേണൽ കൺട്രോൾ ഇൻക്ലൂഡ്സ് ദ ചെക്ക് ലൈക്ക് റിക്കൺസിലേഷൻ ആൻഡ് അപ്രൂവൽ ഓഫ് ട്രാൻസാക്ഷൻസ്. ശരിയാ അല്ലെ. ചെക്ക് ലൈക്ക് റിക്കൺസിലേഷൻ പോലെ, അതായത് വീണ്ടും ഒന്നുകൂടി റീവാല്യൂ ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേറ്റ്മെന്റ് ഉണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്തുന്നുണ്ട്. അതുപോലെ അപ്രൂവൽ ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. സോ അസേർഷനും റീസണും കറക്റ്റ് ആണ്. ഇന്റേണൽ ചെക്ക് എൻഷർ ദ ആക്യുറസി ത്രൂ ദ പ്രൊസീജിയേഴ്സ് ലൈക്ക് റിക്കൺസിലേഷൻ, ഓതറൈസേഷൻ ആൻഡ് അപ്രൂവൽസ്. ഹെൻസ് ദ റീസൺ, അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ്.
അടുത്ത നോക്കിയേ, ഹു ക്യാൻ അപ്പോയിന്റഡ് ആസ് ആൻ ഓഡിറ്റർ ഇൻ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഒരു ഓഡിറ്റർ ആകാൻ പറ്റുന്ന ആർക്കാണ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്റർ ആകുന്നത് ആരാണ്? CA കാരനാണ് കേട്ടോ. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. എനി ചാർട്ടേഡ് അക്കൗണ്ടന്റ് വിത്ത് സർട്ടിഫൈഡ് പ്രാക്ടീസ് ഉള്ള ആളാണ്. ഇനി ഗവൺമെന്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? CAG ആണ്. എന്താണ്? സെക്രട്ടേറിയൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? CA ഇൻ പ്രാക്ടീസ് ആണ്. അല്ല സോറി, CS ഇൻ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ് ആണ്. ഓർത്ത് വെച്ചോണം കേട്ടോ, എഴുതി വെച്ചോണം. എനി ചാർട്ടേഡ് അക്കൗണ്ടന്റ് വിത്ത് ദ സർട്ടിഫിക്കറ്റ്സ് ഓഫ് പ്രാക്ടീസസ്. ഓൺലി എ ക്വാളിഫൈഡ് CA വിത്ത് സർട്ടിഫിക്കറ്റ്സ് ഓഫ് പ്രാക്ടീസ് അണ്ടർ ICAI ക്യാൻ ബി അപ്പോയിന്റഡ് ആസ് എ സെക്രട്ടറി എന്നാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആകാൻ പറ്റുന്നത് CA കാർക്കാണ്. ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്ത നോക്കിയേ, ദ ഫസ്റ്റ് ഓഡിറ്റർ ഓഫ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഈസ് അപ്പോയിന്റഡ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലെ ഫസ്റ്റ് ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണോ? ഷെയർ ഹോൾഡേഴ്സ് അറ്റ് എന്താണ് ആനുവൽ ജനറൽ മീറ്റിംഗ് ആണോ? ഇത് രണ്ടും ആകത്തില്ല അല്ലെ. ഗവൺമെന്റും ആകത്തില്ല, രജിസ്ട്രാർ ഓഫ് ദി കമ്പനി ആകത്തില്ല. ഇതിൽ ഫസ്റ്റ് ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കേട്ടോ. ഓർത്ത് വെച്ചോണം, ഫസ്റ്റ് ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. പിന്നുള്ള സബ്സിക്വന്റ് ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആനുവൽ ജനറൽ മീറ്റിംഗിൽ ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഓർത്ത് വെച്ചോണം, ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിന്റ് ദ ഫസ്റ്റ് auditor of the company and subsequent auditors are appointed by the shareholders at annual general meeting. Important ആണ്, പഠിച്ചു വെച്ചോണം, കൃത്യമായി മനസ്സിലാക്കി വെച്ചോണം. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ കമ്പനി ഓഡിറ്റർ. ഒരു കമ്പനി ഓഡിറ്ററുടെ ഡ്യൂട്ടി ഏതൊക്കെയാണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഏതൊക്കെയാണ്? മെയിൻറ്റെയിനിങ് ഡേ ടു ഡേ അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു ഓഡിറ്റർ ആണോ? ഡേ ടു ഡേ അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ല. അപ്പൊ അത് തെറ്റാണ്. അടുത്ത, സർട്ടിഫൈ ദാറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഗീവ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ട്രൂവും ഫെയറും ആണോ എന്നുള്ള കാര്യം സർട്ടിഫൈ ചെയ്യുന്ന ആരാണ്? ഓഡിറ്റർ ആണ്. സോ അത് ശരിയാണ്. അപ്രൂവിംഗ് ഓഫ് ഡിവിഡൻഡ് പേയ്മെന്റുകൾ അപ്രൂവ് ചെയ്യുന്ന ഓഡിറ്റർ ആണോ? അല്ല. അതുപോലെ തന്നെ മാനേജിങ് കമ്പനിയുടെ ഓപ്പറേഷനുകൾ മാനേജ് ചെയ്യുന്ന ഓഡിറ്റർ ആണോ? അല്ല. ഇവിടെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓഡിറ്റർ ഡു നോട്ട് മാനേജ് ആൻഡ് മെയിൻറ്റെയിൻ അക്കൗണ്ട്സ്. പഠിച്ചു വെച്ചോണം. ഓഡിറ്റർ ഡു നോട്ട് മാനേജ് ആൻഡ് മെയിൻറ്റെയിൻ അക്കൗണ്ട്സുകൾ മാനേജ് ചെയ്യുകയോ മെയിൻറ്റെയിൻ ചെയ്യുകയോ ചെയ്യുന്ന ആളല്ല ഓഡിറ്റർ. ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എക്സാമിൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ആൻഡ് സർട്ടിഫൈ ദ കറക്റ്റ്നെസ് ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അല്ലെ, ബുക്സ് ഓഫ് അക്കൗണ്ടുകളെ എന്ത് ചെയ്യുന്നു? എക്സാമിൻ ചെയ്ത് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ട്രൂവും ഫെയറും ആണോ എന്ന് സർട്ടിഫൈ ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? ഓഡിറ്റർ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഇന്റേണൽ ചെക്ക്. ഇന്റേണൽ ചെക്കിന്റെ ഫീച്ചർ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഡിവിഷൻ ഓഫ് വർക്ക് എമംഗ് ദ എംപ്ലോയീസ്, അത് ഫീച്ചർ അല്ലേ? ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂസ് വെരിഫിക്കേഷൻ, അതും ഫീച്ചർ ആണ് അല്ലേ? അത് നോക്കിയ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്. അസറ്റുകളെ ഫിസിക്കലായിട്ട് വെരിഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല, അതില്ല. അടുത്ത, ഓട്ടോമാറ്റിക് ചെക്കിംഗ് ഓഫ് ആൻഡ് വൺ എംപ്ലോയി ടു അനദർ. ഒരു എംപ്ലോയി തന്നെ മറ്റൊരു എംപ്ലോയി എന്ത് ചെയ്യുന്നുണ്ട്? ചെക്ക് ചെയ്യുന്നുണ്ട്. അതും ഉള്ളതാണ്. അപ്പൊ ഇവിടെ ഇല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. അപ്പൊ നോട്ട് എ ഫീച്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ദ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് അസറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇന്റേണൽ കൺട്രോൾ, നോട്ട് ഇന്റേണൽ ചെക്ക്. ഇന്റേണൽ കൺട്രോളിന്റെ പാർട്ടാണ് എന്ന് പറയുന്നത് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്, ഇന്റേണൽ ചെക്കിന്റെ പാർട്ട് അല്ല. അപ്പൊ ഈ ഇന്റേണൽ കൺട്രോളും ഇന്റേണൽ ചെക്കും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കി വെച്ചോണം കേട്ടോ. അടുത്തത് നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദ കമ്പോണൻസ് ഓഫ് ഇന്റേണൽ കൺട്രോൾ. ഇന്റേണൽ കൺട്രോളിന്റെ കമ്പോണൻസ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? ഇന്റേണൽ കൺട്രോളിന്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൺട്രോൾ എൻവയോൺമെന്റ് കമ്പോണന്റ് ആണ്. അതുപോലെ തന്നെ ഇന്റേണൽ ചെക്ക് കമ്പോണന്റ് അല്ല, ഇസ് എ പാർട്ടാണ്, ഒരു പാർട്ടാണ്, കമ്പോണന്റ് അല്ല ഇന്റേണൽ ചെക്ക്. റിസ്ക് അസസ്മെന്റ് കമ്പോണന്റ് ആണ്, മോണിറ്ററിംഗ് കമ്പോണന്റ് ആണ്. ഇന്റേണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ കൺട്രോളിന്റെ ഒരു പാർട്ടാണ് എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇവിടെ നോക്കിയേ, ഇന്റേണൽ ചെക്ക്, അത് കണ്ടോ, ഇന്റേണൽ ചെക്ക്
ഇന്റേണൽ ചെക്ക് ഈസ് എ പാർട്ട് ഓഫ് ഇന്റേണൽ കൺട്രോൾ but not a component itself. Components includes the control environment. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെച്ചോണം ഏതിന്റെയാണ് നമ്മളുടെ ഇന്റേണൽ കൺട്രോളിന്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഏതാണ്? കൺട്രോൾ എൻവയോൺമെന്റ്, റിസ്ക് അസസ്മെന്റ്, കൺട്രോൾ ആക്ടിവിറ്റീസ്, കൺട്രോൾ ഇൻഫർമേഷൻ ആൻഡ് കൺട്രോൾ മോണിറ്ററിംഗ്. ദീസ് ആർ ദ എന്താണ് കമ്പോണൻസ് ഓഫ് ഏതാണ് ഇന്റേണൽ കൺട്രോൾ. ഇന്റേണൽ ചെക്ക് എന്ന് പറയുന്നത് ഇന്റേണൽ കൺട്രോളിന്റെ ഒരു പാർട്ടാണ്. ഇത് ബാക്കി മൂന്നെണ്ണം അത് ഓപ്ഷൻ ഇടാൻ വിട്ടുപോയതാണ്, ഓർത്ത് വെച്ചോണം. ACD, അതായത് ഇവിടെ ഓപ്ഷൻ വരുന്നത് ACD ആണ്. ഇത് മൂന്നെണ്ണം ഓപ്ഷൻ ഇടാൻ വിട്ടുപോയതാണ്. എയും സിയും ഡിയും ഏതിന്റെ കമ്പോണന്റ് ആണ്? നമ്മളുടെ ഇന്റേണൽ കൺട്രോളിന്റെ കമ്പോണന്റ് ആണ്. ബി കമ്പോണന്റ് അല്ല. ബി എന്ന് പറയുന്നത് ഇന്റേണൽ ചെക്ക് ആണ്. ഇന്റേണൽ ചെക്ക് എന്ന് പറയുന്നത് ഇന്റേണൽ കൺട്രോളിന്റെ ഒരു പാർട്ടാണ്. ഇത് കമ്പോണന്റ് അല്ല. കമ്പോണന്റ് ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്? കൺട്രോൾ എൻവയോൺമെന്റ്, റിസ്ക് അസസ്മെന്റ്, കൺട്രോൾ ആക്ടിവിറ്റീസ്, ഇൻഫർമേഷൻ ആൻഡ് മോണിറ്ററിംഗ്. ഓർത്ത് വെച്ചോണേ. അടുത്താണ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഓർഗനൈസേഷൻ മസ്റ്റ് അണ്ടർഗോ എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് അണ്ടർ ദ ലോ? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഓർഗനൈസേഷൻ, താഴെ പറയുന്ന ഏത് ഓർഗനൈസേഷൻ ആണ് മസ്റ്റ് ആയിട്ടും സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത്? പ്രൈവറ്റ് കമ്പനീസ് ആണോ? അല്ല, അവർക്ക് വോളണ്ടറി ആണ്. ബാങ്കിങ് കമ്പനീസ് കമ്പൽസറി ആയിട്ട് കണ്ടക്ട് ചെയ്യേണ്ടതാണ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് വോളണ്ടറി ആണ്. നോട്ട് രജിസ്റ്റേർഡ് ക്ലബ്സ് ഇതെല്ലാം വോളണ്ടറി ആണ്. ഇവിടെ കമ്പൽസറി ആയിട്ട് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ട ആരാണ്? ബാങ്കിങ് കമ്പനീസ് ആണ്. ഓർത്ത് വെക്കുക, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്സ് ആർ കമ്പൽസറി ഫോർ ഓർഗനൈസേഷൻ സ്പെസിഫൈഡ് ബൈ ലോ. നിയമപ്രകാരം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കമ്പൽസറി ആയിരിക്കേണ്ടത്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കമ്പൽസറി ആയിട്ടും കണ്ടക്ട് ചെയ്യണമെന്ന് നിയമം പറയുന്നത് ആരെയൊക്കെയാണ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ നിയമപരമായിട്ട് കണ്ടക്ട് ചെയ്തിരിക്കണം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. അതുപോലെ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനി, ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനി, കോർപ്പറേറ്റ് സൊസൈറ്റികൾ, ഇവർ കമ്പൽസറി ആയിട്ടും എന്ത് കണ്ടക്ട് ചെയ്തിരിക്കണം? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കണ്ടക്ട് ചെയ്തിരിക്കണം. ആൻഡ് പ്രൈവറ്റ് പാർട്ണർഷിപ്പും സോൾ പ്രൊപ്പറേറ്റർഷിപ്പും ക്ലബ്ബുകളും ഒക്കെ എന്താണ്? ഈ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യണമെന്നില്ല. അവർ കമ്പൽസറി ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നില്ല. വേണമെങ്കിൽ വോളണ്ടറി ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാം? ഇത് കണ്ടക്ട് ചെയ്യാം. അടുത്തത് നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ഗവൺമെന്റ് ഓഡിറ്റ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ഗവൺമെന്റ് ഓഡിറ്റ്? ഗവൺമെന്റ് ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ്സിനകത്ത് വരാത്തത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ഗവൺമെന്റ് ഓഡിറ്റ്. എൻഷുർ ഓൾ ദ പേയ്മെന്റ്സ് ആർ സാങ്ഷൻഡ് ബൈ ദ കോമ്പിറ്റന്റ് അതോറിറ്റി. അതായത് കൊടുത്തേക്കുന്ന എല്ലാ പേയ്മെന്റും, സാങ്ഷൻ ചെയ്തേക്കുന്ന എല്ലാ പേയ്മെന്റും കോമ്പിറ്റന്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള അതോറിറ്റിക്ക് തന്നെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അത് എന്തിന്റെ ഒബ്ജക്റ്റീവിനകത്ത് വരുന്നതാണ്? ഗവൺമെന്റ് ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവിനകത്ത് വരുന്നതാണ്. കൺഫേമിംഗ് ദ പേയ്മെന്റ് മെയ്ഡ് ബൈ ദ കറക്റ്റ് പേഴ്സൺ. കറക്റ്റ് പേഴ്സൺ തന്നെയാണ് പേയ്മെന്റ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. അതും എന്താണ്? അതിന്റെ ഒബ്ജക്റ്റീവിനകത്ത് വരുന്നതാണ്. ഗവൺമെന്റ് ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവിനകത്ത് വരുന്നതാണ്. ഹെൽപ്പിംഗ് ദ ഓണേഴ്സ് ടു റിയൽ പ്രോഫിറ്റബിൾ ബിസിനസ് ആണോ? ഇല്ല, അങ്ങനെ ഒരു സാധനം ഇല്ല. ഹെൽപ്പിംഗ് ദ ഓണേഴ്സിന് അറിയിച്ചു കൊടുക്കുക റിയൽ പ്രോഫിറ്റബിലിറ്റിയിലാണ് ബിസിനസ് പോകുന്നത്. ഇല്ല, അങ്ങനെ ഒരു കാര്യമില്ല. ആൻഡ് പ്രോപ്പർ ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ആസ് എ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. ക്യാപിറ്റൽ എന്നും റവന്യൂ എന്നും പ്രോപ്പർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതിനാണ്? ഓരോന്ന് ഗവൺമെന്റ് ഓഡിറ്റ് നിന്ന് കണ്ടക്ട് ചെയ്ത് ഏതൊക്കെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഏതൊക്കെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ അതും എന്താണ്? വരുന്നതാണ്. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കുക, ഗവൺമെന്റ് ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ് ഇവിടുന്ന് തന്നെ നമുക്ക് പഠിക്കാം അല്ലെ? ഗവൺമെന്റ് ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ് പഠിക്കത്തില്ലേ? അതായത് എന്താണ്? എല്ലാ പേയ്മെന്റുകളും കറക്റ്റ് ആയിട്ടുള്ള കോമ്പിറ്റ് ആയിട്ടുള്ള ആളുകൾ അതോറിറ്റിയുടെ കയ്യിലോട്ട് തന്നെയാണോ പോയേക്കുന്നത്? അതുപോലെ പേയ്മെന്റുകളൊക്കെ കറക്റ്റ് പേഴ്സൺ ആണോ കിട്ടിയിരിക്കുന്നത്? അതുപോലെ തന്നെ എന്താണ്? പ്രോപ്പർ ആയിട്ട് എക്സ്പെൻഡിച്ചേഴ്സിനെ ക്യാപിറ്റൽ എന്നും റവന്യൂ എന്നും തരംതിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഒബ്ജക്റ്റീവിൽ വരുന്നത്. ഗവൺമെന്റ് ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവിൽ വരുന്ന അല്ലാത്തതെന്ന് പറയുന്നതാണ് ഹെൽപ്പിംഗ് ദ ഓണേഴ്സ് ടു നോ ദ റിയൽ പ്രോഫിറ്റബിലിറ്റി ഓഫ് ബിസിനസ്. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെന്റ് ഓഡിറ്റ് ഫോക്കസ് ഓൺ കൺട്രോൾ, ലീഗാലിറ്റി ആൻഡ് കംപ്ലയൻസ് ഓഫ് ദി പബ്ലിക് ഫണ്ട്. പബ്ലിക് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലയൻസ്, ലീഗാലിറ്റി, കൺട്രോൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഗവൺമെന്റ് ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് ഇരിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് വരാത്തത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മളൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയ, ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഏരിയ ആയിരുന്നു ഡിസ്കസ് ചെയ്ത്. അതിൽ നിന്ന് വന്നിട്ടുള്ള പല എക്സാമുകൾക്കായിട്ട് വന്നിട്ടുള്ള കുറേ അധികം ക്വസ്റ്റ്യനുകൾ ഞാൻ ഡിസ്കസ് ചെയ്തു. അതിന്റെ എക്സ്പ്ലനേഷൻസും തന്നു. സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. നമ്മുടെ ആപ്പിലെല്ലാം ഇതിന്റെ ക്ലാസ്സുകളെല്ലാം ഉണ്ട് അല്ലെ? ഓരോ ഏരിയ എന്താണ് ഇന്റേണൽ കൺട്രോൾ, ഇന്റേണൽ ചെക്ക് അല്ലെ, എന്താണ് ഇതിനെ പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ പോയിട്ടുണ്ട്. ടെസ്റ്റ് ചെക്കിങ് എല്ലാത്തിന്റെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ MCQs ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് സ്പീഡിൽ ആൻസർ
ചെയ്യാനായിട്ട് പറ്റും. ആപ്പ് ഇതുവരെ ആക്സസ് ചെയ്യാതെ നമ്മളുടെ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകൾ ഉടനെ തന്നെ ആപ്പ് ആക്സസ് ചെയ്യുക. ആപ്പിൽ ക്ലാസ്സുകളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. കൂടുതൽ MCQs ക്ലാസ്സുകളൊക്കെ ലൈവായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ടാണ് മാസ്റ്റർ കീ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നല്ല രീതിയിൽ പഠിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. നമുക്ക് ഉറപ്പായിട്ടും എന്തുണ്ടാകും? റിസൾട്ട് ഉണ്ടാകും. ഇന്ന് നമ്മൾ എടുത്തേക്കുന്ന ഓഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് വന്ന പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, ഇന്ന ഒരു ഏരിയയുടെ ക്ലാസ് ആയിട്ട് വേണം, അല്ലെ ഇന്ന ഒരു ഏരിയയുടെ MCQs ഡിസ്കഷൻ വേണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് അയക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ മാസ്റ്റർ കീ നൽകുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷനുകളൊക്കെ അറിയാനായിട്ട് പറ്റും. നമ്മളുടെ ജൂനിയർ അക്കൗണ്ടന്റ് കോഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ആപ്പിൽ ആക്സസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അതുപോലെ തന്നെ എന്താണ് PDF നോട്ടുകളും ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഒക്കെ അവൈലബിൾ ആകും. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും. റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നല്ലൊരു റാങ്കിലേക്ക് എത്താനും അഡ്വൈസുകൾ ആദ്യം വരാനും ആദ്യം തന്നെ ജോലിയിൽ പ്രവേശിക്കാനും പറ്റത്തുള്ളൂ. എത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ജോലിയിൽ കയറാനായിട്ട് പറ്റണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ബേസ് ഇട്ട് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പഠനം നിങ്ങളുടെ ഇനിയുള്ള സമയത്ത് തുടങ്ങി വെക്കണം. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും. വീണ്ടും കാണാം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. താങ്ക് യു.